UDF പ്രവേശനം അപ്പാടെ തള്ളി കേരള കോൺഗ്രസ് എം. പാർട്ടിയുടെ 5 MLA-മാരെ അണിനിരത്തിയാണ് ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. മുന്നണി മാറ്റം തുറക്കാത്ത പുസ്തകമെന്നും അതാരെങ്കിലും തുറന്നാൽ അവർ അടച്ചോളുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് അടച്ചോളും. ചെയർമാൻ പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും MLA-മാരും പ്രതികരിച്ചു. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ വിഷയത്തിൽ ചെയർമാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചർച്ചയല്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി മജിസ്ട്രേറ്റുമായി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയ എളുപ്പമുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. എനിക്കറിയാത്ത കാര്യമാണല്ലോ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുന്നണി മാറ്റമില്ല. എന്തോ നിങ്ങൾ സംസാരിക്കാൻ മനസ്സിലാകുന്നില്ല. പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു? പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ. പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ? പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അഭിപ്രായങ്ങളല്ലേ, തീരുമാനമല്ലേ അറിയേണ്ടത്. ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗിലുണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ എടുക്കുന്ന നയപരമായ സമീപനങ്ങൾ തുറന്നു പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക്. അത് പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. മിനിസ്റ്റർ അഭിപ്രായ വ്യത്യാസമാണോ ആ നീക്കത്തിന് തടസ്സമിട്ടതെന്ന് എന്ന് പറഞ്ഞ അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഇല്ല, അങ്ങനെ പറഞ്ഞു. ശരി. UDF ഒരു പരാജയ ഭീതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു അഭ്യൂഹങ്ങൾ പരത്തുകയും ആരെങ്കിലും കിട്ടുമോ എന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട വാർത്തകളാണ് ഇതൊക്കെ. അതിലുപരി കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുമെന്ന് ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അജണ്ട ഇല്ല. ചെയർമാൻ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ജോസ് സാർ വരുന്നുണ്ട്. ചെയർമാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ. അത് തന്നെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം അതാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. G. ശ്രീജിത്ത് എഴുതുന്നു. ശ്രീജിത്ത്, ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രചരിച്ചിരുന്ന വലിയൊരു വാർത്ത, അതിന് ഒരു തീരുമാനമായിരിക്കുന്നു. LDF-നൊപ്പം ഉറച്ചു നിൽക്കും. പൂർണ്ണമായും ജോസ് കെ മാണിക്കൊപ്പമെന്നാണോ മനസ്സിലാക്കേണ്ടത്, റോഷിയുടെ തീരുമാനത്തിനൊപ്പമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഫലത്തിൽ അങ്ങനെ പല രാഷ്ട്രീയവും നടന്നിട്ടുണ്ട് ഇതിനുള്ളിൽ. പക്ഷേ ഇന്നത്തെ അവരുടെ ഒരു ഷോ എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അതായത് ഏതാണ്ട് എല്ലാ നേതാക്കളും ഒരേപോലെ പറയുന്നു. ആര് പറഞ്ഞു മുന്നണി മാറുമെന്ന്, ആരാണ് അങ്ങനെ നിലപാടെടുത്തത്? ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും മാത്രം ഇത് തുടരുമെന്ന് പോസ്റ്റ് ഇട്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിലും പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു. അതായത് ഇക്കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നേതാക്കളുടെ പ്രതികരണത്തിൽ വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അത് LDF-ൽ തുടരും എന്ന് തന്നെയാണ്. അതിൽ ഇനിയും സംശയലേശമന്യേ ആർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് വ്യക്തമാക്കുന്ന നിലപാടാണ് നേതാക്കൾ പരസ്പരം എടുത്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കേവലം ജോസ് കെ മാണി മാത്രമല്ല, അതിനു മുൻപ് എത്തിയ നേതാക്കളെല്ലാവരും തന്നെ മാധ്യമങ്ങളെ ഫലത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ആരാണ് അങ്ങനെ തീരുമാനമെടുത്തത്, എവിടെയാണ് തീരുമാനമെടുത്തത് എന്ന് ചോദ്യം ചെയ്യുന്നു. ജോസ് കെ മാണിയും ഏറ്റവും ഒടുവിൽ വന്ന നിലപാട് വ്യക്തമാക്കുന്നു. അതായത് ഇതൊരു തുറന്ന പുസ്തകമേ അല്ല, ഇങ്ങനൊരു മുന്നണി മാറ്റം എന്നുള്ള ഒരു അജണ്ട തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതായത് ഒരു പല തട്ടിൽ പല അഭിപ്രായങ്ങൾ റോഷിക്കും പ്രമോദ് നാരായണനും ഒക്കെ ഉണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അതൊരു കേരള കോൺഗ്രസ് എമ്മിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ഫലത്തിൽ സംശയം ജനിപ്പിക്കുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിന് നേതാക്കൾക്കിടയിൽ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിന് ശേഷവും പല അഭിപ്രായങ്ങളുണ്ട് എന്ന പ്രതികരണങ്ങൾ വന്നിരുന്നു. സഭയുടെ സമ്മർദ്ദം എന്ന നിലയിൽ പ്രമോദ് നാരായണനുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നു. അങ്ങനെ ഇതെല്ലാം പല അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് അതിനൊരു പ്രതിവിധി അതിനെ അതിജീവിക്കുക, ആ സംശയങ്ങൾ അവസാനിപ്പിക്കുക എന്നതിനുള്ള ശ്രമമാണ് ഇന്ന് നടന്നത്. ഇന്നത്തെ കമ്മിറ്റി യോഗത്തിലും ഒരുപക്ഷെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പോലും ഒരു അവസാന തീരുമാനമായി വൈകുന്നേരം നേതാക്കൾ ഇന്ന് രാവിലെ കണ്ടതിന് സമാനമായ സാഹചര്യം ആവർത്തിക്കും. അവർ LDF-നൊപ്പം തന്നെയാണ്. ജാഥ നടത്താൻ പോകുന്നു. ജോസ് കെ മാണിയുടെ ജാഥ വരാൻ പോകുന്നു. ആ ജാഥയ്ക്കടക്കം LDF-ൻ്റെ ജാഥയിൽ ജോസ് കെ മാണി തന്നെ ക്യാപ്റ്റനായി പോകും.
അങ്ങനെ ജാഥയ്ക്കടക്കമുള്ള പ്ലാനുകൾ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫലത്തിൽ അവർ ചെയ്യുക. അങ്ങനെ അതിശക്തമായ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്നതാണ്. നേരത്തെ രഞ്ജിത്ത് ചോദിച്ച പോലെ തന്നെ ചില ആരുടെ ഒപ്പമാണ്, ആരുടെ വാഗ്ദമാണ് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ റോഷി അഗസ്റ്റിനെടുത്ത അതിശക്തമായ നിലപാട്, പ്രമോദ് നാരായണനെടുത്ത നിലപാട്, അതായത് ഒറ്റക്കെട്ടായി മുന്നണി വിടാൻ കഴിയാത്തൊരു സാഹചര്യം കേരള കോൺഗ്രസിൽ എമ്മിൽ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സഭകളുടെ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഇതൊക്കെ നിഷേധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഒരു പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ ഞങ്ങൾ പ്രശ്നത്തിലാക്കുന്നില്ല, അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ അത് സംഭവിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ പോയേക്കാം. പക്ഷേ ഇന്ന് കേരള കോൺഗ്രസ് എമ്മിനെ കൂടി ഫലത്തിൽ UDF സംരക്ഷിക്കുന്ന ഒരു ചർച്ച തന്നെ ഇല്ല എന്ന് ഇനി കോൺഗ്രസ് നേതാക്കൾ പറയും. പക്ഷേ ഇപ്പോൾ പൊളിഞ്ഞ ഒരു പ്ലാനിങ് അത് നാളെ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന ശ്രമമായിരിക്കും UDFും നടത്തുക. എന്തായാലും നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തായാലും ഉണ്ടാകില്ല എന്നാണ് നേതാക്കൾ നിസ്സംശയം പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.